നമസ്കാരം. UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി കേരളത്തിൽ ഭരണം മാറിയതോടെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലൊക്കെ വൻ ചർച്ചയായി മാറിയ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൻ്റെ അന്വേഷണത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള വേഗതയാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തെ പ്രമുഖ നേതാക്കളിലേക്ക് അഴിമതിയുടെ കരിനിഴൽ നീങ്ങുന്നതായിട്ടാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നൽകുന്ന സൂചന. മുൻ സർക്കാരിൻ്റെ ഭരണകാലത്ത് നടമാടിയ ശബരിമലയിലെ യുവതീ പ്രവേശനം മുതലുള്ള വിവാദ സംഭവങ്ങളും അതിന് തൊട്ടു പിന്നാലെ ഉയർന്നു വന്ന സ്വർണ്ണക്കൊള്ളയും വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും മറിച്ച് അന്നത്തെ ആഭ്യന്തര വകുപ്പിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കടുത്ത നിർബന്ധപ്രകാരം നടന്ന കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമാണെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന അണിയറ വിവരങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ 10 വർഷത്തെ ഇടത് ഭരണത്തിന് കീഴിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാർ, വിവിധ കാലയളവുകളിലൊക്കെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമരത്തിരുന്ന പ്രസിഡന്റുമാർ എന്നിവരെയൊക്കെ കേന്ദ്രീകരിച്ച് നിലവിൽ നടക്കുന്ന ഉന്നതതല അന്വേഷണങ്ങളിൽ നിർണായകമായ പല രഹസ്യ വിവരങ്ങളും മൊഴികളും ലഭിച്ചു കഴിഞ്ഞതായിട്ടാണ് സൂചന. ഇതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന വലിയൊരു തട്ടിപ്പിൻ്റെ യഥാർത്ഥ മുഖം പൂർണ്ണമായിട്ടും വെളിച്ചത്ത് വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വലിയ വിവാദ സ്വർണ്ണക്കവർച്ച കേസിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ തണലിൽ നിയമിതരായിട്ടുള്ള 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും പങ്കാളിത്തം അന്വേഷണ സംഘം കൃത്യമായിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ഇതിലാദ്യത്തെ 2 പ്രസിഡന്റുമാരായിരുന്ന എ പത്മകുമാറും എൻ വാസുവും ശബരിമലയിലെ അയ്യപ്പൻ്റെ തങ്ക അങ്കിയും അതോടൊപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളെ മോഷ്ടിച്ചുവെന്ന അതീവ ഗുരുതരമായിട്ടുള്ള കേസിൽ അകപ്പെടുകയും നിയമ നടപടികളുടെയൊക്കെ തന്നെ ഭാഗമായി 90ഓളം ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തവരാണ്. ഈ പട്ടികയിലെ 3ാമത്തെ വ്യക്തിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയാണ് ഇപ്പോൾ കേസിൻ്റെ അടുത്ത ഘട്ടമെന്നോണം പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ച് വിളിപ്പിച്ചിരിക്കുന്നത്. ശബരിമലയിലെ പവിത്രമായ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ വലിയ തോതിലുള്ള അഴിമതിയും കൃത്രിമത്വവും ഒക്കെ തന്നെ കാട്ടിയെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേസിൽ ഇനി അറസ്റ്റിലാകാനുള്ള ഏറ്റവും പ്രമുഖനായ വ്യക്തി ഈ 3ാമത്തെ മുൻ അധ്യക്ഷൻ മാത്രമാണെന്നാണ് ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. നിലവിലെ നടപടികളുടെയൊക്കെ തന്നെ ഭാഗമായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനോടും അദ്ദേഹത്തോടൊപ്പം ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാറിനോടും വരും ആഴ്ചയിൽ തന്നെ ചോദ്യം ചെയ്യലിനായിട്ട് നേരിട്ട് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. ഈ 2 പേരുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ സ്വർണ്ണക്കവർച്ചയിൽ മുൻപ് ബോർഡ് ഭരിച്ചിരുന്ന പ്രമുഖരടങ്ങുന്ന ഒരു വലിയ അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെ പൂർണ്ണമായി നിയമത്തിന് മുന്നിൽ അകത്താകുമെന്നാണ് വ്യക്തമാകുന്നത്. ഇവർക്ക് പുറമെ കേസിൽ പ്രതിപട്ടികയിൽ വരാൻ സാധ്യതയുള്ള രാഷ്ട്രീയ ഉന്നതരിലേക്ക് നോക്കിയാൽ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ഇതിനകം തന്നെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനായിട്ട് ആവശ്യമായ എല്ലാവിധ ശാസ്ത്രീയ തെളിവുകളും കൃത്യമായ സാക്ഷിമൊഴികളുമൊക്കെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മുൻ സർക്കാരിൻ്റെ ശക്തമായ രാഷ്ട്രീയ പിൻബലവും ഭരണസ്വാധീനവും ഉപയോഗിച്ചാണ് അദ്ദേഹം ഇതുവരെയും അറസ്റ്റിൽ നിന്നൊക്കെ തന്നെ താൽക്കാലികമായിട്ട് ഒഴിഞ്ഞുമാറി പുറത്തു നടന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ തട്ടിപ്പിൻ്റെ ചുരുളുകൾ അത് വരും ദിവസങ്ങളിൽ അഴിയുന്നതോടുകൂടി പിണറായി മന്ത്രിസഭയിലെ 2ാമത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവനും സമാനമായ രീതിയിൽ കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് നിയമവിദഗ്ധർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ലാഭം കൊയ്തതെന്നും ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ബുദ്ധികേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിച്ചതെന്നുമൊക്കെ തന്നെ പൂർണ്ണമായി വ്യക്തമാകുന്ന രീതിയിലാണ് 2ാം ഘട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. പുറത്തു വരുന്ന ഏറ്റവും പുതിയ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഭക്തരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത ഈ 2 മുൻ ദേവസ്വം മന്ത്രിമാരും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ജയിലഴികൾക്കുള്ളിൽ പോകേണ്ടി വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതിനെല്ലാം മുകളിലായിട്ട് സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് മാത്രമാണ് ഇനി അവശേഷിക്കുന്നതായിട്ടുള്ളത്. കാരണം എത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് മൂടി വയ്ക്കാനായിട്ട് ശ്രമിച്ചാലും അന്നത്തെ മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അറിവോ സമ്മതമോ ഇല്ലാതെ ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണം പോലും പുറത്തു പോകില്ല എന്നത് പരസ്യമായിട്ടുള്ള കാര്യമാണ്. മുൻ മന്ത്രിമാർക്കും അദ്ദേഹം നിയമിച്ച ദേവസ്വം അധ്യക്ഷന്മാർക്കും മുൻ മുഖ്യമന്ത്രിയോടുണ്ടായിരുന്ന കടുത്ത ഭയവും അടിയറോ പറച്ചിലും കണക്കിലെടുക്കുമ്പോൾ ഈ വൻ കൊള്ള നടത്തുന്നതിന് മുൻപ് തന്നെ അവർ ഇക്കാര്യങ്ങൾ ഒരുപക്ഷെ പിണറായി വിജയനുമായി ചർച്ച ചെയ്തിരിക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ അന്വേഷണ സംഘം ഏറ്റവും ആഴത്തിൽ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദ അന്വേഷണത്തിൻ്റെ അന്തിമഘട്ടം ചെന്നെത്തുന്നത് സാക്ഷാൽ പിണറായി വിജയൻ്റെ വസതിയിലേക്കായിരിക്കുമെന്ന ശക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് വ്യക്തമായിട്ടുള്ള അടിവരയിട്ടുകൊണ്ട് ശബരിമല സന്നിധാനത്ത് നേരിട്ടെത്തി അതീവ രഹസ്യമായ പരിശോധനകൾ നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായതും ഇപ്പോൾ വലിയ വാർത്തയായി മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ മുൻപ് ഭരണാധികാരികൾക്കൊക്കെ തന്നെ കുടപിടിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകളിലൊക്കെ മാറ്റം വരികയും കള്ളന്മാരെ സംരക്ഷിക്കുന്ന പഴയ രീതി അവസാനിപ്പിച്ച് കേസ് സുതാര്യമാക്കാൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തതായിട്ടാണ് സന്നിധാനത്തെ അടിയന്തര നീക്കങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ പവിത്രമായിട്ടുള്ള പ്രഭാമണ്ഡലം അടക്കം ഇളക്കി മാറ്റി പൂർണ്ണമായ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് SITയുടെ ഇപ്പോഴത്തെ നീക്കം. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഈ പ്രത്യേക അന്വേഷണ സംഘം വലിയ രീതിയിലുള്ള അലസതയും വീഴ്ചയുമാണ് കേസ് അന്വേഷണത്തിൽ കാട്ടിയിരുന്നതെന്നും മുകളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദവും നിർദ്ദേശവും കാരണമാണ് അവർ തെളിവുകൾ മൂടിവെച്ച് നിഷ്ക്രിയരായി ഇരുന്നതെന്നൊക്കെ തന്നെ ഇപ്പോൾ അറിവായിട്ടുണ്ട്.
എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടി മിഥുനമാസ പൂജകൾക്കായിട്ട് ശബരിമല നട തുറന്നിരിക്കുന്ന ഈ വേളയിൽ തന്നെ സന്നിധാനത്ത് മിന്നൽ പരിശോധന നടത്തിയത് മുൻ ദേവസ്വം അധ്യക്ഷൻ പ്രശാന്തിൻ്റെ തട്ടിപ്പുകളിലേക്കുള്ള വഴി തുറക്കാനാണ്. മുൻപ് ഈ വൻ കൊള്ളകളെല്ലാം ഭക്തരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ മറച്ചു വയ്ക്കാൻ വേണ്ടി പമ്പയിൽ വെച്ച് അയ്യപ്പ സംഗമം പോലെയുള്ള നാടകങ്ങളൊക്കെ മുൻ സർക്കാർ സംഘടിപ്പിച്ചെങ്കിലും പുതിയ അന്വേഷണത്തിലൂടെ ആ കള്ളങ്ങളും തട്ടിപ്പുകളും പൊളിഞ്ഞ് യഥാർത്ഥ പ്രതികൾ ഉടൻ ജയിലിലാകുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്.